ഹരിസാർ, വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോ. പക്ഷേ അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വൈക്കം ക്ഷേത്രവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾ അവിടുത്തെ ചില ആചാരങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോ അവിടെ വിളക്കെടുപ്പ് എന്ന് പറയുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ട് അവിടെ പല ജാതിക്കാർക്കും പല ദിവസങ്ങളിലായിട്ട് ഇത് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ആചാരങ്ങളിൽ പങ്കെടുക്കാവുന്ന രീതിയിലേക്കുള്ള ചില ജാതീയപരമായിട്ടുള്ള ചില രീതികളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത്തരമൊരു കാര്യത്തെ എതിർക്കാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ, അതായത് നവോത്ഥാനം എന്നൊക്കെ പറയുന്ന, ജാതിയില്ല എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നും രംഗത്ത് വരുന്നതായിട്ട് കണ്ടിട്ടുമില്ല. പക്ഷെ ആ സമയത്താണ് ഇപ്പൊ RSSന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ അവിടെ വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ജാതീയപരമായ വേർതിരിവുകൾ വേണ്ട, എല്ലാ ദിവസവും എല്ലാവർക്കും ഇത്തരത്തിലുള്ള ആചാരങ്ങളിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ ആചാരം അനുഷ്ഠിക്കാം എന്ന രീതിയിൽ RSSന്റെ നേതൃത്വത്തിലുള്ള ചില അതുമായി ബന്ധപ്പെട്ട ചില സംഘടനകളൊക്കെ അവിടെ ആവശ്യം അറിയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഉന്നയിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് സാർ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? എന്താണ് അവിടെ നിലനിന്ന ആചാരം? എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് വൈക്കം സത്യാഗ്രഹം. ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ മഹത്തായ പോരാട്ടമായിരുന്നു വൈക്കം സത്യാഗ്രഹം. പക്ഷെ ആ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴും വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പല ചടങ്ങുകളും ഇന്നും ജാതി അടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്നും ഇപ്പോൾ പാർത്ഥൻ പറഞ്ഞതുപോലെ ആ വേർതിരിവുകൾ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം പുരോഗമനവാദികളെന്നും നവോത്ഥാന നായകരെന്നും സ്വയം പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും ശ്രമിക്കുന്നില്ല എന്നുള്ളതും അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു പ്രതിഭാസമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അടവ് നയം മാത്രമേ ഉള്ളൂ. ശരിക്കും അവർക്ക് സാമൂഹിക പരിവർത്തനത്തിൽ ആത്മാർത്ഥതയൊന്നുമില്ല. ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. കാരണം ശരിക്കും സമൂഹത്തിൽ ചില ഇടപെടലുകൾ നടത്തിയാൽ സ്വാഭാവികമായിട്ടും പലരെയും നമുക്ക് തിരുത്തേണ്ടി വരും. അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നവോത്ഥാനം എന്ന് തോന്നിക്കുന്ന ചില പ്രവർത്തികൾ, ഉദാഹരണത്തിന് ശബരിമലയിൽ സ്ത്രീകൾ, എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെ കയറ്റാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് കയറണോ വേണ്ടയോ, ഇങ്ങനെയൊക്കെയുള്ള ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുക, അതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കും. പക്ഷെ യഥാർത്ഥ സാമൂഹിക പരിവർത്തനം ആവശ്യമുള്ള രംഗങ്ങളിൽ അത് കണ്ടില്ല എന്നടിക്കും. അങ്ങനത്തെ അതായത് കൊക്ക് മീൻ പിടിക്കാൻ ചെല്ലുമ്പം അതിന്റെ കൊക്കിൽ ഒതുങ്ങാത്ത മത്സ്യത്തെ കണ്ട അത് കണ്ണടങ്ങിയിരിക്കും, ഞാൻ കണ്ടില്ലെന്ന് പറയും. അതേസമയം ചെറിയ മത്സ്യങ്ങൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി ഒറ്റക്കൊത്തിന് അതിനെ വായിലാക്കുകയും ചെയ്യും. ഇന്ന് കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇപ്പോൾ വൈക്കം ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഒരു പ്രക്ഷോഭം എന്നല്ല ഞാൻ പറയുന്നത്, ഇത്തരം ഒരു സംഭവവികാസത്തിന്റെ എന്താണ് ഈ സംഭവവികാസം, എന്താണ് അതിന്റെ കാരണം, അതൊക്കെ നമുക്ക് പരിശോധിക്കാം. അത് 12 കൊല്ലത്തിൽ ഒരിക്കൽ അവിടെ വടക്കുംപുറത്ത് പാട്ട് എന്ന് പറയുന്ന ഒരു ആചാരം അവിടെ നടക്കാറുണ്ട്. അതായത് ക്ഷേത്രമുറ്റത്ത് കളം വരച്ച് ദേവിയുടെ, കൊടുങ്ങല്ലൂർ അമ്മയാണെന്നാണ് സങ്കല്പം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഭദ്രകാളി. അപ്പൊ അങ്ങനെ ദേവി സാന്നിധ്യമുള്ള ഒരു കൊച്ചാൽ എന്ന് പറയുന്ന ഒരു ആലുണ്ട് വടക്കേ നടയിൽ, ക്ഷേത്രത്തിന് സമീപമായിട്ട് അധികം ദൂരത്തല്ലാതെ. അപ്പൊ അവിടുന്ന് ദേവി ഇവിടേക്ക് എഴുന്നള്ളുകയും ആ ദേവിയെ എതിരേൽക്കുമ്പോൾ 64 അതായത് വ്രതം എടുത്ത 64 സ്ത്രീകൾ കുത്തുവിളക്ക് ഉയർത്തി ദേവിയെ എതിരേൽക്കുന്ന ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 ദിവസം ഈ കുത്തുവിളക്ക് എടുക്കാനുള്ള അവകാശം NSS-ന് എന്ന് പറഞ്ഞാൽ അതിന് സമീപമുള്ള കരയോഗങ്ങൾക്ക്, ഇപ്പൊ അത് നായന്മാർക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആ സമീപമുള്ള 6 കരയോഗങ്ങൾക്കാണ് അതിന്റെ അവകാശം. പുറത്തുനിന്നുള്ളവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നാണ്. ഇപ്പോൾ നായരാണെങ്കിലും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഒരാൾക്കും അതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരു ദിവസം SNDP-ക്ക്, ഒരു ദിവസം വണിക വൈശ്യ സംഘത്തിന്, അതായത് ചെട്ടിയാർ എന്ന സ്ഥാനപ്പേരുള്ള സർനെയിമുള്ള ഒരു സമുദായമുണ്ട്. കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ മധ്യ തിരുവിതാംകൂർ അവരുണ്ട്, തമിഴ് വംശജരാണ്, പക്ഷെ അവര് കച്ചവടക്കാരാണ്, വണിക വൈശ്യ സമുദായമാണ്. പിന്നീട് ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഹിന്ദു മത്സ്യത്തൊഴിലാളികളായ ധീവര സമുദായത്തിനുണ്ട്. ഇങ്ങനെ സമുദായം തിരിച്ചാണ്
ഇങ്ങനെ ഇതിനുള്ള ഈ വിളക്കെടുക്കാനുള്ള അവകാശം കൊടുക്കുന്നത്. അപ്പോ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അനാദികാലം മുതൽക്കേ തുടർന്നു വന്നിരുന്ന ആചാരവും അല്ല ശരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് 1965 ഈ ആചാരം തുടങ്ങുന്നത്. അത് തുടങ്ങുമ്പോൾ അവർ കണ്ടെത്തിയ ഒരു ന്യായം എന്ന് പറയുന്നത് ഇത് പഴയ കാലത്ത് ഉണ്ടായിരുന്നു, അത് മുടങ്ങിക്കിടന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ആചാരം തുടങ്ങാനുള്ള കാരണം അത് മുടങ്ങിയത് ആ കാലഘട്ടത്തിൽ പുനരുജ്ജീവിപ്പിച്ചത് പ്രശസ്ത ഗായകനായിരുന്ന വൈക്കം വാസുദേവൻ നായർ എന്ന ഒരാളുണ്ടായിരുന്നു. പഴയ കാലത്തെ ഗായകനായിരുന്നു, 50കളിലും 60കളിലും. അപ്പൊ അദ്ദേഹം ആണ് ഈ മുൻകൈ എടുത്താണ് ഇത് പുനരുജ്ജീവിപ്പിച്ചത്. അപ്പൊ അക്കാലത്ത് ഇത് ഏറ്റെടുക്കാൻ വന്നത് ആ സമീപത്തുള്ള കരയോഗങ്ങളാണ്, NSS കരയോഗങ്ങളാണ്. അത് കാരണം അവർക്ക് കൊടുത്തു. അപ്പൊ അതൊരു ഭാഗത്ത് പറയുമ്പോഴും ഞാൻ പറയുന്നത് ഇത്തരം അനാചാരങ്ങൾ ഒരു ഭാഗത്ത് നീക്കം ചെയ്യുന്നു. അപ്പം ആത്യന്തികമായിട്ട് ജാതി ഇല്ലാതാക്കാൻ ഇത്തരം ആചാരങ്ങൾ ഒരു ഭാഗത്ത് നീക്കം ചെയ്യുകയും ജാതിയുടെ പേരിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ മറുഭാഗത്ത് അതും കാലക്രമേണ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ഇത് രണ്ടും കൂടി വരും സംയോജിക്കുമ്പോഴാണ് സമൂഹത്തിൽ നിന്ന് ജാതി അപ്രസക്തമാണ്. അതല്ലെങ്കിൽ സംഭവിക്കുന്നത് ചില കാര്യങ്ങളിൽ ജാതി വേണ്ട, ചില കാര്യങ്ങളിൽ ജാതി വേണമെന്ന് പറയുമ്പോൾ ചില സമുദായങ്ങളുടെ മേൽക്കോയ്മ മാറ്റിയിട്ട് അവർ വേണ്ട, ഇനി ഞങ്ങൾ മേൽക്കോയ്മ ആയിക്കോട്ടെ എന്ന് കരുതുന്ന അത്തരം കൗശലങ്ങളും ചിലതുണ്ട്. അപ്പം ഇതിന്റെ രണ്ട് സൈഡ് ഞാൻ പറഞ്ഞതാണ്, ഇതിന്റെ രണ്ട് വസ്തുതകൾ. അപ്പം NSS അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ചില കാര്യങ്ങളിൽ ജാതി പലർക്കും വേണം, പക്ഷെ മറ്റു ചില കാര്യങ്ങൾ വരുമ്പോൾ ജാതി വേണ്ട. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ക്ഷേത്രകാര്യങ്ങളിൽ ജാതി അടിസ്ഥാനത്തിൽ വേർതിരിവോടുകൂടി ചടങ്ങുകൾ നടത്തുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും NSS വളരെ ശക്തമായിട്ട് ഒരുപക്ഷെ നിർദ്ദേശം കൊടുത്ത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ഇലക്ഷനിൽ ആര് ജയിക്കുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈക്കത്ത് സ്വാഭാവികമായിട്ടും അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് NSS എന്ന് പറയുന്ന സംഘടന ഇതിനകത്ത് ജാതി അല്ല. കാരണം ഈ വടക്കുപുറത്ത് പാട്ട് നടത്തുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ ബഹുഭൂരിപക്ഷവും നായർ സമുദായങ്ങളാണ്. പക്ഷെ അവർ തന്നെയാണ് ഇത് അങ്ങനെയെങ്കിൽ ജാതി വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം അവർ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അതിന് ഒരു കാരണമുണ്ട്. അതായത് ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇപ്പോഴൊരു 4-5 ജാതികളുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഏതാണ്ട് 10-17 ജാതികൾ ഇതിന്റെ ഒരു ഞങ്ങളുടെ വിളക്കെടുത്തോട്ടെ എന്നുള്ള ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള ദിവസങ്ങളൊക്കെ ഓരോ ജാതികളുടെ കൈവശം ഇരിക്കുകയാണ്. അപ്പം അവരെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ജാതി ഇല്ലാത്ത രീതിയിൽ, അതായത് എനിക്ക് തോന്നുന്നു ആ കമ്മിറ്റി, ഇപ്പോഴത്തെ വടക്കുംപുറത്ത് പാട്ട് കമ്മിറ്റി, ആ കമ്മിറ്റി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി രൂപീകരിച്ച കമ്മിറ്റിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് എന്നും എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലുള്ളത്. അപ്പം സംഘം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം RSS ഇത്തരം പ്രശ്നങ്ങളിലൊന്നും അങ്ങനെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കില്ലെങ്കിൽ, പക്ഷെ RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽപ്പെട്ടതായതുകൊണ്ട് RSS നേതാക്കന്മാർ ഇതിൽ വളരെ ശക്തമായ നിലപാടെടുക്കുകയും ഇത് ഇലക്ഷനുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന്, BJPക്ക് വോട്ട് കിട്ടാതിരിക്കുന്നോ അല്ല പ്രശ്നമൊന്നും, മറിച്ച് ഇത് ഒരു സാമൂഹിക പരിവർത്തനമാണ്. അതായത് ഹിന്ദുക്കളെ ഒന്നാക്കുന്ന ഒരു മേഖലയാണ്. അവിടെ മുൻകൈ എടുക്കേണ്ടത് RSS സാമൂഹിക പരിവർത്തനത്തിന് മുൻകൈ എടുക്കേണ്ടത് അത് RSSന്റെ ചുമതലയാണെന്നുള്ള ഒരു ബോധ്യമാണ് RSSന്റെ പ്രാദേശിക തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുമുള്ള നേതാക്കന്മാരെ ഈ ഒരു ആവശ്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്ന CPM ഇതിനകത്തിൽ അഭിപ്രായം ഉണ്ടെന്ന് പറയുന്നില്ല. കാരണം CPMന് വൈക്കം മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഒരു സംഘർഷം അവിടെ ഉണ്ടായാൽ അതിന്റെ പ്രതിഫലനം അവിടുത്തെ ഇലക്ഷനിൽ ഉണ്ടാവും. അതുപോലെ തന്നെ കോൺഗ്രസ് ഇതിനകത്തിലൊന്നും മിണ്ടിയിട്ടില്ല. CPI മാത്രം എന്തോ ഒരു വാക്കാലുള്ള ശരി ഞങ്ങൾ നിങ്ങളുടെ ഇതിന്റെ ഒപ്പമാണ്, പുരോഗമനത്തിന്റെ ഒപ്പമാണെന്നൊക്കെ പറയുമെങ്കിലും അവരും മുന്നോട്ടിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഇതിൽ കാണേണ്ട ഒരു വസ്തുത, പാർത്ഥൻ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് നവോത്ഥാനവും പുരോഗമനവും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹത്തില് വലിയ പങ്കൊന്നും വഹിച്ചിട്ടില്ല EV രാമസ്വാമി നായ്ക്കർ. ഈ വൈക്കം സത്യാഗ്രഹം ആരാണ് സംഘടിപ്പിച്ചത്? അത് NSS SNDP, അത് TK മാധവൻ, SNDP നേതാവും കോൺഗ്രസ് നേതാവുമായിരുന്ന TK മാധവൻ. TK മാധവനാണ് അയിത്തോച്ചാടനം കോൺഗ്രസിന്റെ ഒരു പരിപാടിയായിട്ട് 1917 തോന്നുന്നു കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്
കോൺഗ്രസ് അയിത്തോച്ചാടനം ഒരു പരിപാടിയായിട്ട് അംഗീകരിക്കുന്നത്. ആ അംഗീകരിക്കാനായി മുൻകൈ എടുത്ത ആളാണ് ടി കെ മാധവൻ. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെ ആയിരുന്ന ടി കെ മാധവൻ. അദ്ദേഹം ഒന്ന്. മറ്റൊന്ന് മന്നത്ത് പത്മനാഭൻ. ഇതിന് അനുകൂലമായ ജനവികാരം മുന്നോക്ക സമുദായക്കാരുടെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടി ഒരു സവർണ ജാഥ തിരുവനന്തപുരത്ത് നിന്നും വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിക്കുകയും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള നടക്കാനുള്ള അവകാശം എല്ലാവർക്കും ലഭ്യമാകണം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്ത ആളാണ്. അങ്ങനെ നിരവധി ആൾക്കാർ ഇതിൽ പങ്കെടുത്തു. പക്ഷെ ഇതിൽ അക്കാലത്ത് CPM ഉണ്ടായിട്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല. അക്കാലത്ത് ഇ.വി. രാമസ്വാമി നായ്ക്കർ കുറച്ച് ദിവസം ഇവിടെ വന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട, അന്ന് അദ്ദേഹം ദ്രാവിഡ പ്രസ്ഥാനം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമാണ്, തമിഴ്നാട് കോൺഗ്രസിന്റെ ഭാഗമാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ മാത്രമല്ല, തമിഴ്നാട് കോൺഗ്രസ് നേതാവും ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്ന രാജഗോപാലാചാരി ഇവിടെ വന്നിട്ടുണ്ട്. രാജഗോപാലാചാരിയുടെ പേര് ആരും പറയുന്നില്ലല്ലോ. അപ്പൊ സ്റ്റാലിൻ ഇന്ന് വന്ന് ഇത് തട്ടിയെടുത്തിരിക്കുകയാണ്. CPM-ന് സ്റ്റാലിനോട് വിധേയത്വമുണ്ട്. കാരണം സ്റ്റാലിന് 10 കോടി രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട് CPM-ന്. ഇലക്ഷൻ നടത്തണമെങ്കിൽ, അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു 2 സീറ്റ് എങ്ങനെയെങ്കിലും ജയിക്കണമെങ്കിൽ സ്റ്റാലിൻ കഴിഞ്ഞാൽ നടക്കും. CPM-ന് ഫണ്ടും വോട്ടും എല്ലാം സഹിതം സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് സ്റ്റാലിൻ. അപ്പോ അങ്ങനെ DMK ഇത് തട്ടിയെടുത്തോണ്ട് പോയിരിക്കുകയാണ്. ശരിക്കും DMK എന്ന് പറയുന്ന പ്രസ്ഥാനം വന്നില്ല. ഇ.വി. രാമസ്വാമി നായ്ക്കർ DMK അല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്ഥാനമായ DKയുടെ ദ്രാവിഡ കഴകത്തിന്റെ ഭാഗവുമല്ല. തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഇ.വി. രാമസ്വാമി നായ്ക്കർ. അപ്പോൾ സമരവുമായി പങ്കെടുക്കാത്ത, സമരത്തിൽ പ്രത്യേകിച്ച് റോളൊന്നും വഹിക്കാത്തവര് ഇന്ന് സമരത്തെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഇത് മുഖ്യമായിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ 2 സംഘടനകളാണ്, SNDP, NSS. ഇങ്ങനെ 2 സംഘടനകളാണ് ഈ സമരം മുൻകൈ എടുത്ത് നടത്തിയത്. അത് 2 വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞു, മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും. അവരാണ് ഈ സമരത്തെ നയിച്ചത്. അതുപോലെ തന്നെ പിന്നെ കോൺഗ്രസ് ആ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കോൺഗ്രസിന് ഒരു പങ്കുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് ഇന്ന് അവരുടെ അവകാശമൊക്കെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്തായാലും ശരി, ഇപ്പോൾ ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘമാണ്, RSS ആണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ഒരു സാമൂഹ്യ സമത്വവും ഹിന്ദുക്കളുടെ ഇടയിലെ വേർതിരിവും എല്ലാം നിർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനി ഇത് ഒരുപക്ഷെ കോടതിയിൽ പോകുമായിരിക്കാം, കേസൊക്കെ ഉണ്ടാവുമായിരിക്കാം. എന്നിരുന്നാലും ശരി, ഇത് 100ാം വാർഷികത്തിൽ ഇതൊരു പ്രതീകാത്മകമായ ഒരു മുന്നേറ്റം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് ആശംസിക്കാം. തീർച്ചയായിട്ടും. എന്തായാലും ഈ ജാതിരഹിത കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗത്തിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ഒതുക്കി നിർത്തുന്ന കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കണ്ടുപഠിക്കേണ്ട ചില കാര്യങ്ങളാണിത്. RSS വളരെ കൃത്യമായി ആ കാര്യങ്ങളിൽ ഇടപെടുകയും ജാതിരഹിതമായി ആ ആചാരത്തെ കൊണ്ടുപോകണം എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നത് എല്ലാ ആളുകളും കണ്ടുപഠിക്കേണ്ട, അതായത് ഈ കേരളത്തിലെ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.